ഇരട്ടിയാർ സെന്റ് തോമസ് സ്കൂളിലെ 1984 SSLC ബാച്ചിന്റെ സംഗമം നടന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ IT ജംഗ്ഷൻ കട്ടപ്പന. സ്വദേശത്തും വിദേശത്തുമായുള്ള 100ഓളം പേർ സംഗമത്തിൽ പങ്കെടുത്തു. ഇരട്ടിയാർ നത്തുകല്ലിലുള്ള അഡ്വക്കേറ്റ് ജോളി കുര്യന്റെ വസതിയിൽ ഒത്തുചേർന്ന സംഗമത്തിൽ കട്ടപ്പന നഗരസഭാ കൌൺസിലർ സിബി പാറപ്പായി മുഖ്യപ്രഭാഷണം നടത്തി. നമ്മള് കലാലയത്തിന്റെ പടിവാതിൽ വിട്ട് ഇറങ്ങിയതിനു ശേഷം 40 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒത്തുകൂടുന്നത്. ഇടയ്ക്കൊക്കെ നമ്മൾ പലപ്പോഴും പലരെയും ഒക്കെ വഴിയരിയിൽ വെച്ചൊക്കെ കാണാറുണ്ട്, വഴികളിലൊക്കെ വെച്ച് കാണാറുണ്ട്. എങ്കിലും സ്ത്രീകളെ ഇപ്പൊ സൂചിപ്പിച്ചു, സ്ത്രീകളെ കുന്തളംപാറയാണ് താമസിക്കുന്നത്. എന്നെ പലപ്പോഴും കാണാറുണ്ട്, ഞാൻ മൈൻഡ് ചെയ്യാറില്ലെന്നാണ് സ്ത്രീകൾ പറയുന്നത്. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അറിയത് സംശയം ഉണ്ടായിരുന്നു. ഈ കാണുന്നവരെ എല്ലാം ചിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വല്ല അടിയും കിട്ടിയാലോ എന്ന് കരുതി. അതുകൊണ്ട് ജെസ്സിയെ മിക്കവാറും കാണാറുണ്ട്, മിനിയെ കാണാറുണ്ട്. മിനി എവിടെ വെച്ച് കണ്ടാലും ഓടി വന്നിട്ട് പറയും എന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് പറയും. 1000 പേര് നിൽക്കുന്നിടത്ത് വെച്ചാണെങ്കിലും മിനി വന്നിട്ട് പറയും ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാൽ ചാടിക്കയറി കയ്യെ പിടിക്കും. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ആ ഒരു 40 വർഷത്തിന് ശേഷം നമുക്കൊന്നുകൂടെ ഒന്നിച്ചു കൂടാൻ പറ്റി. പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ കൂട്ടുകാരുള്ളത് ഇന്നത്തെ പിള്ളേർക്കാണ്. കാരണം 4, 5, 6 പിള്ളേരുണ്ട്. നമ്മള് ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നമ്മളൊക്കെ വ്യാപരിക്കുന്നു, പോകുന്നു. അന്ന് വലിയ കൂട്ടുകെട്ടും ബന്ധങ്ങളും ഒന്നുമില്ലായിരുന്നു. അന്ന് നമ്മുടെ പൂർവികന്മാരൊക്കെ ഇവിടെ കുടിയേറി അവരൊക്കെ അന്ന് ജീവിച്ചുകൊണ്ടിരുന്ന സാഹചര്യങ്ങളിൽ ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ മലയോരത്തേക്ക് കുടിയേറിയത്. അന്ന് മക്കളെ പോറ്റി വളർത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അവരൊക്കെ ആ ഒരു തലമുറ തീർന്നു കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ തലമുറയ്ക്ക് ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ ആയി വരുന്നതേ ഉള്ളൂ. ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. ബേബി മാത്യു, സിബി പൗവത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കൂട്ടായ്മയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെപ്പറ്റി അഡ്വക്കേറ്റ് ജോളി കുര്യൻ സംസാരിച്ചു. വരുംകാലങ്ങളിൽ 1984 ബാച്ചിലെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന അംഗങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം, അംഗങ്ങൾക്ക് ചികിത്സാ സഹായം, ഭവനരഹിതരായവർക്ക് വീട് തുടങ്ങിയ കാര്യങ്ങൾക്കായി പ്രത്യേക ഫണ്ട് ശേഖരിക്കാനും യോഗം തീരുമാനിച്ചു. ഷാജി പള്ളിവാതുക്കൽ, ടോമി വട്ടന്തറ, റജി പുളിയൻകുന്നേൽ, ആൻസി തോമസ്, ശ്രീകല, അജിമോൾ അബ്രഹാം, ബറ്റി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് ഇരട്ടയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇമിഗ്രന്റ് അക്കാദമി. വിദേശ പഠനം ഇനി ഈസിയായി. IELTS, OET, ജർമ്മൻ എന്നിവയിൽ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ട്രെയിനിങ്ങിനുമായി ഇമിഗ്രന്റ് അക്കാദമി. വിദേശത്ത് എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, ചതിക്കുഴികൾ എങ്ങനെ തിരിച്ചറിയണം, ആശങ്കകളില്ലാതെ വിദേശ പഠനം ഇമിഗ്രന്റ് അക്കാദമി ഉറപ്പു നൽകുന്നു. ഫീസുകളില്ലാതെ സ്റ്റുഡന്റ് വിസകൾ. സ്വപ്നങ്ങൾ സാധ്യമാക്കൂ, വിദേശത്തേക്ക് പറക്കൂ. എസ്കലേറ്റ് യുവർ ഡ്രീംസ്. ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ IT ജംഗ്ഷൻ കട്ടപ്പന.